എഴുന്നേക്ക്. അവള് പറഞ്ഞ നീ അത്ര കാര്യമാക്കണ്ട. എടോ എണീക്കാൻ. ഈ ഇരുട്ടത്തിൽ നിന്ന് എന്നാ ചെയ്യാനാ? എണീറ്റ് വരാനല്ലേ പറഞ്ഞേ? അല്ലേലും മറിയോട് ഗർവിക്കുന്ന എന്നാത്തിനാ? ദൈവത്തിന് നിരക്കുന്ന പണിയാണോ നീ ചെയ്തേ? വേണ്ട, ഒന്നും പറയണ്ട. പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ടുപോകും. എന്നെങ്കിലും നേരി കാണുമ്പോൾ മുഖത്ത് നോക്കി 2 വാക്ക് ചോദിക്കണമെന്ന് കരുതിയതാ. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. മൈക്കിളിനെ കർത്താവ് വിളിച്ചു. മനോവേദന താങ്ങാൻ പറ്റാതെ കുടിച്ചാവും മരിച്ചത്. ഈ കടുങ്ക ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിടാ ചാണ്ടി? പാവ ആനി, ആ പെങ്കൊച്ചിന് നീ ചതിച്ചു. അവളാ തെറ്റുകാരി. നിന്നെ പോലെ ഒരുത്തനെ അവൾ എന്നാത്തിനെ സ്നേഹിക്കാൻ പോയി? ഏതാനി എന്നെ സ്നേഹിച്ചത്? ദുഷ്ട, മനസ്സാക്ഷിയില്ലാത്തവനാ നീ. ആനി നിനക്ക് അറിയത്തില്ല അല്ലേ? ഊരി ചുറ്റി നടക്കുക അവളിപ്പം. നീ ഒരുത്തൻ കാരണം. വേണ്ടതിനും പറയരുത്. അത് ശരി, സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല അല്ലേ? മിണ്ടരുത്. സത്യം സത്യമാണെങ്കിൽ ചാണ്ടി സമ്മതിക്കൂ. എന്റെ കുഞ്ഞർക്കന്റെ മകൻ സോനു എന്നെ തലങ്ങും വിലം കൊട്ടടിച്ചപ്പോ ഞാൻ എതിർത്തില്ല, കരഞ്ഞില്ല, കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. അതിന് കാരണമുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ഏത് നാട്ടുകാർ? പറ, ഏത് നാട്ടുകാരാ പറഞ്ഞത്? പറയാൻ. അതിന് നീ എന്നാത്തിന് എന്നെ കൊല്ലാൻ വരുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടതില്ല. പോരെ, ചുമ്മാ അല്ല മറി എന്നെ വിവരദോഷിന്ന് വിളിക്കുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞേ. അവക്ക് എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? വളണ്ടിയറായി ഒരു ധ്യാന സംഘത്തിനൊപ്പം ഊര് ചുറ്റി നടക്കുക. അപ്പൊ അവിടെ വല്യമ്മച്ച് മരിച്ചു. ചുരുക്കി പറഞ്ഞ ആ കൊച്ചിന് ആരുമില്ലാതെ. 2 ആഴ്ച മുമ്പ് നമ്മുടെ ഡ്രൈവർ ജോസിന്റെ ഭാര്യ കട്ടാമല പള്ളിക്കടുത്തുള്ള ഒരു ധ്യാന സ്ഥലത്ത് വെച്ച് ആനിയെ കണ്ടെന്ന് പറഞ്ഞു കേട്ടു. വരുന്നത് മോളിന്ന് ഞാൻ കണ്ടായിരുന്നു. വിവരറിഞ്ഞ് മൈസൂരിനെത്തുമ്പോഴേക്കും ശവടക്ക് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ സോനുവിനെ കൊണ്ടുപോകണം. നാളെ സ്കൂൾ തുറന്നാ അവന്റെ TC വാങ്ങണം. ശവടക്കിനെത്താൻ പറ്റാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയി. ആ ചാണ്ടിയെ കൊന്ന് കുടലെടുക്കാൻ പറ്റിയ അവസരം അത് പോയി. കിട്ടും, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അവനെ കിട്ടും. எங்கேயாவது கண்டாயிருந்தோம்? நான் பாக்கலையே. அந்த மருதனை பாத்தியா? ஒரு கத்தி எடுத்துட்டு அந்த பக்கம் போச்சு. கத்தியா? மருதே, மருதே. என்னம்மா?
എവിടെ இங்க இருக்கம்மா. എവിടെ? இதோ இங்க. ആഹാ, ഇതിനായിരുന്നു നീ കത്തിയായിട്ട് ഇറങ്ങിയത്? ஆமா, இன்னைக்கு இங்க தான் வேலை. என்ன விசேஷம்? ഞങ്ങളുടെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നു. അവർക്ക് കൃഷിപ്പണിക്ക് സഹായത്തിന് ആള് വേണം. ഞാൻ നിന്റെ പേര് പറഞ്ഞു. ஐயோ, எனக்கு அங்க இங்கெல்லாம் வேலை இருக்கு. மாமா வேலை வேற இருக்கு. മാമനോട് നീ പറഞ്ഞാച്ചാ മതി. അവർക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയാവുന്നത് വരെ നീ ഒന്ന് സഹായിച്ചു നോക്കൂ. நான் சொல்லி பாக்குறேன். ஆமா, அவங்க அங்க எந்த இடத்துல கிருஷி பண்ண போற? അത് 5-6 വർഷമായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന ആ 6 ഏക്കർ സ്ഥലമില്ലേ, അത് മാത്തുക്കുട്ടിച്ചാന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങി. ஐயோ, அந்த இடமா? എന്തേ? அல்ல இல்ல, ஒண்ணும் இல்லை. முட்டாள், அறிவிருக்கல அவருக்கு பார்த்து போட வேண்டியதானே? மாமா மாமா, போச்சு மாமா, எல்லாமே போச்சு. என்னமா பாத்துக்கிட்டு இருக்குது, வேலை பாரு. எல்லாமே போச்சு மாமா. அந்த மாட்டுக்குட்டி இடம் இல்ல, அது வேற ஆளு வந்து விலைக்கு வாங்கியாச்சு. நிஜமா சொல்றேன், மாமா இத்தனை வருஷமா ஆசையோட காத்துக்கிட்டு இருந்தது இல்ல. விலை கீழே வரும் கீழே வரும், அப்ப வாங்கலாம்னு நினைச்சு. ஆமா, நீ உண்மையா சொல்றது? ஆமா மாமா, விட மாட்டேன். அந்த இடத்துக்காக நான் எதுவும் செய்வேன். விட மாட்டேன். நமஸ்காரம் அம்மச்சி. அம்மச்சி, நம்ம மாத்துக்குட்டி அந்த ஸ்தலம் யாருக்கு வித்தது? ആർക്ക് വിറ്റാ സാമിക്കണ്ട. സാമി ആ സ്ഥലം ചുള്ളു വിലക്ക് തട്ടിയെടുക്കാൻ നോക്കി, നടന്നില്ല. മാത്തുക്കുട്ടി ആ സ്ഥലം വേറെ ആണുങ്ങൾക്ക് വിറ്റു. അമ്മച്ചി, അപ്പൊ എന്താ ആധാരം എല്ലാം നടന്നോ? ആ, നടന്നു. എങ്ങോട്ടാ? ഇവനെ ഇന്ന് തന്നെ പള്ളിക്കൂടത്തിൽ ചേർക്കാന്ന് വിചാരിച്ചു. പണി തുടങ്ങിയ പിന്നെ ഒന്നിനും നേരം കിട്ടത്തില്ലല്ലോ. ആനയന്തേ? അവള് വിറക് കൊണ്ടുവരാൻ പോയിക്കുവാ. ആണോ? അറിഞ്ഞിരുന്നില്ല ഞാനും കൂടെ പോയേനെ. ഞങ്ങൾക്കും വേണമല്ലോ കത്തിക്കാൻ. അത് സാരല്ല, അവള് കൊണ്ടുവരുമല്ലോ, അതിനെടുക്കാം. നമസ്കാരം. நான் தான் பழனிசாமி. நீங்களாണോ മാത്തുക്കുട്ടി സ്ഥലം വാങ്ങിയത്? അതെ. സാമിക്കേ ആ സ്ഥലത്തിനോട് ഒരു നോട്ടം ഉണ്ടായിരുന്നു. நான் ஒரு வாட்டி கேட்டேன். உங்க ஸ்தலத்துக்கு பக்கத்துல எனக்கு ஒரு 3 ஏக்கர் இருக்கு. அப்ப இந்த 6 ஏக்கர் கிடைச்சா 2 சேர்த்து ஒன்னா வைக்கலாம்னு நினைச்சேன், அவ்வளவுதான். ஆனா நீங்க எத்தனை விலை கொடுத்தோம்? അതൊക്കെ എന്തിനാ സാമി അറിയുന്നേ? சும்மா கேட்டேன். அந்த மண்ணு நல்லவே இல்ல. ഓ, മണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പം ഇല്ലെന്നാ ഏൻ മാത്തുക്കുട്ടി 5-6 വർഷമാ അங்கே കൃഷി பண்ணல? അത് അയാളുടെ ഭാര്യ തളർവാദം വന്ന് നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലല്ലായിരുന്നോ? അതൊന്നും എനിക്ക് தெரியாது. അമ്മച്ചി, 6 ഏക്കർ കൃഷിക്ക് അங்கே വെള്ളം இருக்கா? സ്ഥലത്തിന്റെ അതിരയില് നല്ലൊരു ഉറവയുണ്ടെന്ന് മാത്തുക്കുട്ടിച്ചാൻ പറഞ്ഞായിരുന്നു. ഉറവയാ? നീങ്ക കണ്ട? കണ്ടില്ല. ഇവളുടെ അപ്പച്ചനാണല്ലോ ഇവിടെ വന്ന് സ്ഥലം വാങ്ങിയത് ഏർപ്പാടാക്കിയതൊക്കെ. രജിസ്റ്റർ കഴിഞ്ഞപ്പോ ഞങ്ങൾ അറിയുന്നത് തന്നെ. അപ്പോ നീങ്ക സ്ഥലം കണ്ടില്ല. எப்படியும் அவங்களை ஓடிச்சு தானாகணும். நான் அவ்வளவு ஆசைப்பட்ட இடம். எங்கிட்ட ஒரு வார்த்தையோட கேட்காம அந்த மாத்துக்குட்டி ஏமாத்தியாச்சு. மாத்துக்குட்டி 3 லட்சம் கேட்ட, மாமா 1 லட்சம் சொன்ன. 3 லட்சத்துக்கு என்ன இருக்கங்க? சரி, என்னமோ ஆகட்டும். எங்கேயோ இருக்கிற ஒரு ஆக்கு விற்கும் போது ஒரு வார்த்தை கேட்கலாம் இல்லையா? அவங்க இடம் அவங்க விக்கிறது, எதுக்கு மாமா கிட்ட கேட்கணும்? வாய முட்டாதாயே. என்னுடைய 3 ஏக்கர் பக்கத்துல தானே அந்த 6 ஏக்கர் இருக்கு. 2ம் சேர்த்து ஒன்னா ரப்பர் வைக்கலாம்னு ஆசைப்பட்டேன். பக்கத்துல இருக்கிறவ பெருசா, தூரத்துல இருக்கிறவ பெருசா? அது வந்து மாமா தான் பெருசு. சீக்கிரம் மாற. எங்க இரவு இருக்கா நல்லா பாரு. பார்த்துட்டு தானே வருது. இங்க இல்ல. நீ ஏன் பின்னாடி வந்து எந்த பிரயோஜனம்? அங்கே போய் பாருடா. இல்ல, அங்கே இங்க போய் பாருடா. மாமா மாமா, என்னடா? தண்ணி தண்ணி தண்ணியா? தண்ணி. ஆமா, பாரு, இதுதான் தண்ணி. கொடு. இதுதான் உறவே. கல்லறா. எந்த கல்லு? உங்க அப்பா கல்லு. இது 3க்கு ஏதாவது கல்லறா.
പിടിയിലെടുത്തിട്ട് വേണം. இங்க வைக்கிறா. ஆமா. எடுத்துட்டு வா. பெரிய கல், பெரிய பெரிய கல் எடுத்துட்டு வாமா. அங்க போடணும். எப்படி இருக்கு? ஆமா. இனிமே தண்ணி இருக்கிற விஷயம் மாத்துக்குட்டி வந்தா கூட தெரியாது. அவன் எப்படி விவசாயம் பண்றது பாக்கலாம். தண்ணி கிடைக்காம அவங்க என்ன பண்ண പോறாங்க? നാട്ടിലെ തെങ്ങിനൊക്കെ ഇപ്പൊ ഭയങ്കര കാറ്റുവീഴ്ച. ആണോ? ഇവിടെ താണ്ടേ തെങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല. നമസ്കാരം നമസ്കാരം. നമസ്കാരം. മരുന്ന് നല്ല ആളാ. കാലത്ത് പണിക്ക് വരാന്ന് പറഞ്ഞിട്ട്. ஆமா. ஆனா இந்த சட்டி இந்த மாமா என்ன மாமா? இந்த சட்டி ஒராளுக்கு கொடுக்க வேண்டியிருந்தது. அது மட்டுமல்ல, நான் தான் சொன்னேன் புதுசா பணிக்கு போகும்போது ராகு காலம் கழிஞ்சு போடான்னு. ஆமா ஆமா. ராகுகாலம் இப்ப முடிஞ்சாச்சு. சரி சரி, நீ வேலைக்கு போ. ஆனா கூலி ஜாஸ்தி வாங்காது. மனிதன் மனிதனுக்கு உதவிதான் பண்ணணும். புரியுதா? புரியுது மாமா, எல்லாமே புரியுது. சட்டி என்கிட்ட கொடு, நான் கொடுத்துடலாம். உம்மம்பட்டி எப்படி எங்க கையிலே வந்தது? கலைய வைக்க கூடாதா? கட்டுமா? பாப்பா ഇത്തിരി ശരിവുണ്ടേലും വാഴ വെക്കാനൊക്കെ അല്ലേ? வாழையா? இங்கயா? എന്തേ? இங்க புளிய மரம் நிறைய போடலாம். പുളിമരോ? എന്നാത്തിനാ? 10-20 കൊല്ലം കഴിഞ്ഞിട്ട് പുളി പറിക്കാനല്ല ഇവിടെ ഈ സ്ഥലം വാങ്ങിയത്. வாழை வைக்கணும்னா தண்ணி வேணும்ல? തണ്ണി ഉണ്ടല്ലോ. தண்ணி இருக்கு ஷாப்பில சாயந்தரம் சாப்பிடுறதுக்கு. இங்க தண்ணியும் இல்ல கிண்ணியும் இல்ல ஒண்ணுமே இல்ல. താനൊന്ന് ചുമ്മാരി. ഇവിടെ എവിടെ ഒരു ഉറവയുണ്ട്. அம்மா இங்க உறவை இல்ல. இருந்திருக்கலாம், அது எப்பவோ காஞ்சி போயிருக்கு, எனக்கு தெரியுமே. இங்க நெல்லு தேங்காய் இதெல்லாம் காய வைக்கிறதுக்கு நல்ல இடம். ആ കണ്ടോ? அங்க தண்ணி இருக்கு. ஆனா அது வேற ஆள் இடம். தண்ணி கொடுக்க மாட்டேன். இங்க இல்ல அங்க இல்ல, எங்கேயுமே தண்ணி இல்ல. இந்த இடம் வேற ஆளுக்கு வித்துட்டு அப்படியே போக வேண்டியது தானே, வேற வழி இல்லைங்க. ഇത് 2500 രൂപയുണ്ട്. അതുകൊണ്ട് എന്നാ ആവാനാ? കിണർ പണി തുടങ്ങാൻ ഇത് പോരായോ? തുടങ്ങിയിട്ട് ഇച്ചിരി സ്വർണ്ണമുള്ളതങ്ങ് വിൽക്കാം. അവിടെയുള്ളതെല്ലാം വിറ്റച്ചല്ലേ ഇങ്ങ് പോകുന്നത്. ഇനി അപ്പച്ചൻ ഒരു പൈസ തരികയില്ല. നിന്റെ അപ്പച്ചൻ ചെയ്തു വെച്ച പണിയത് എന്നാ? കൃഷി ചെയ്യാൻ അങ്ങനെ നമ്മളിങ്ങോട്ട് പറഞ്ഞോട്ട് വെള്ളമില്ലാത്ത ഈ മരുഭൂമിയിലോട്ട്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? ആ സ്ഥലം എങ്ങനെയെങ്കിലും മെനയാക്കി വല്ല കൃഷിയും ചെയ്താലേ ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഒക്കൂ. നീ എന്നാ ഈ പറയുന്നേ? കൃഷി ചെയ്യണേ വെള്ളം വേണം, വെള്ളം വേണേ കിണർ ഒഴിക്കണം, കിണർ ഒഴിക്കണേ 10,000 രൂപ വേണം. ചുമ്മാ ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഒന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. പറഞ്ഞിരുന്നു മോനെ. 2 1s are 2, 2 2s are 4, 2 3s are 6. ഒരു നിവൃത്തിയില്ല. എന്തോ അത്? എന്തോ അതെന്ന്? അത് വെള്ളമില്ലാന്നറിഞ്ഞപ്പം മനസ്സ് ചത്തു.
നീ ഒച്ച വയ്ക്കണ്ട, ചെറുക്കൻ കേൾക്കും. കുറച്ച് ബ്രാണ്ടിയാ. നിങ്ങൾ ഈ കൊടിയ ചീട്ടുകളിൽ കൊണ്ടാ നമ്മൾ ഈ സ്ഥിതിയിലായത്. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ലെന്ന് എനിക്ക് വാക്ക് തന്നല്ലേ. അല്ല, അതിപ്പോ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല.